ചില ആൾക്കാർക്ക് ചില ആൾക്കാരോട് ഭയങ്കര അസൂയായിരിക്കും അല്ലേ? അവരെന്തൊക്കെ തന്നെ ചെയ്താലും അവർക്ക് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായാലും അതിനെ അക്നോളജ് ചെയ്യോ അപ്രിഷ്യേറ്റ് ചെയ്യോ ചെയ്യില്ല. വേറെ ചിലരുണ്ട്, അവനവൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള പൊസിഷൻസോ അല്ലെങ്കിൽ ആൾക്കാരെയോ വേറൊരാൾ തട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ള ഭയം കാരണം അവർ മാനിപ്പുലേറ്റേഴ്സ് ആയിട്ട് മാറുകയാണ്. ജലസി വളരെ കോംപ്ലെക്സ്, അതായത് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഇമോഷനാണ്. ഇതിനെ വളരെ നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഇത് നമ്മുടെ ഡീപ്പ് ഡൗൺ ആയിട്ടുള്ള ഫിയേഴ്സ്, ഭയങ്ങൾ, ഇൻസെക്യൂരിറ്റീസ്, കോംപ്ലക്സിറ്റീസിനെയാണ് ഇത് കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നത്. ഫിയർ ഓഫ് ഇൻഅഡിക്വസി, അപര്യാപ്തതയെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് അബണ്ടൻമെന്റ്, ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് ബീങ് റീപ്ലേസ്ഡ്, മാറ്റി സ്ഥാപിക്കപ്പെടുമോ എന്നുള്ള ഭയം. കുറഞ്ഞ ആത്മാഭിമാനം, കമ്പാരിസൺ, താരതമ്യങ്ങൾ എന്നിവ ഇതിന് കാരണമാകുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പാത്തോളജിക്കൽ ജലസി എന്ന് പറയുന്ന കേസസിലാണ്. പ്രത്യേകിച്ച് ഇതിനൊരു കാരണങ്ങളോ അതായത് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള ഒരു റീസണോ കാണില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസും ഒരു മൈൻഡ് ഷിഫ്റ്റ് ചേഞ്ചും അതാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ കൂട്ടും. നിങ്ങളുടെ വികാരങ്ങളെ കൂടുതൽ ആരോഗ്യപരമായ രീതിയിൽ അഭിസംബോധന ചെയ്യാൻ പഠിക്കുക. ട്രിഗേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കാണുക. റിലേഷൻഷിപ്സിൽ എക്സ്പെക്ടേഷൻസ് എന്താണെന്ന് വിലയിരുത്തുക.